ഇന്ന് മീൻകാരി ചേച്ചി കൊണ്ടുവന്ന നല്ല പച്ച കാരലും കിളിമീനുമാണ്. കാരൽ കുറിച്ചി എന്നൊക്കെ പറയുന്ന മീൻ. കിളിമീൻ നമ്മുടെ ചെങ്കലവായുടെ ചെറിയതിനാണ് കിളിമീൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കാരലൊന്ന് മുളക് കറി വെക്കാം. ചെറിയ കിളിമീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. മീനെല്ലാം കഴുകി വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ മുളക് കറി അരച്ചാണ് വെക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഒരല്പം കുരുമുളകും ചെറിയ ഉള്ളിയും കൂടെ അരച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പിഴുപുളിയും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് കാരൽ കറി വെക്കുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒന്നോ രണ്ടോ കഷ്ണം കുടംപുളിയും പകുതി തക്കാളി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മീനൊക്കെ ഇട്ട് പറ്റിച്ചെടുക്കണം. ഒരുപാടങ്ങ് കുറുകി പോകരുത്. ഒരുവിധം കറി പറ്റിച്ച് നമ്മളിത് ഇറക്കി വയ്ക്കും. നല്ല ടേസ്റ്റാണ്. ഇറക്കാറാകുമ്പോൾ നമ്മളൊരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാണ് കറി ഇറക്കുന്നത്. അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേക്കും ഞാനൊന്ന് ക്യാബേജ് ഒന്ന് ചോപ്പറിനകത്ത് വെച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കിളിമീനും 2-3 കാരലും കൂടെ ഒക്കെ ഒന്ന് പൊരിച്ചെടുത്തു. നമ്മുടെ കാരൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇറക്കാറാകുമ്പോൾ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ ക്യാബേജ് അരിഞ്ഞ് വെച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വേവിച്ചിട്ട് ഒരല്പം തേങ്ങയും കൂടെ തിരിങ്ങിയിട്ടിങ്ങി ഇറക്കും. അത്രയേ ഉള്ളൂ ക്യാബേജ് മെഴുക്ക് പുരട്ടി. അപ്പോൾ നമ്മുടെ മുളക് കറി, കാരൽ മുളക് കറിയും നമ്മുടെ ക്യാബേജ് തോരനും പിന്നെ കിളിമീൻ പൊരിച്ചതും ഒക്കെ കൂട്ടി നമുക്ക് ഇന്നത്തെ ഉച്ചയൂണ് കുശാലാക്കാം. അപ്പോൾ ഉച്ചയൂണിന് വേണ്ടി ഞാൻ ചോറൊക്കെ വിളമ്പി വെച്ചു. പൊരിച്ച മീനും ക്യാബേജ് തോരനും നമ്മുടെ കാരൽ മുളക് കറി, പിന്നെ രാവിലെ ദോശയുടെ സാമ്പാറുണ്ടായിരുന്നു. വെണ്ടയ്ക്കായും ഒരുപാട് സാധനങ്ങളൊന്നും ഇട്ട സാമ്പാറല്ല. വെണ്ടയ്ക്കയും ഉള്ളിയും പരിപ്പ് അമരയ്ക്കായും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട സാമ്പാറായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടി ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കാം.